Hi, next topic is Newton's divided difference interpolation formula. ഇവിടെ എന്താണ് ഒരു സം അൺനോൺ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സം അൺനോൺ ഫംഗ്ഷന്റെ n+1 ഡാറ്റ പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഒരു സെറ്റ് ഓഫ് n+1 ഡാറ്റ പോയിന്റ്സ്, അതായത് x0 y0, x1 y1, x2 y2, ഇങ്ങനെ ഒരു n+1 ഡാറ്റ പോയിന്റ്സ്. അങ്ങനെ ഏതൊരു വരും xn yn, ഇങ്ങനെയുള്ള ഒരു n+1 ഡാറ്റ പോയിന്റ്സ് തന്നിട്ടുണ്ട്. എന്താണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സം അൺനോൺ ഫംഗ്ഷന്റെ n+1 ഡാറ്റ പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ ഏതോ ഒരു y കണ്ടുപിടിക്കുകയാണ്. yi xi എന്ന് പറയുന്ന ഏതോ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന yi കണ്ടുപിടിക്കുന്നു. അതിനുള്ള ഫോർമുലയാണ് ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ PNX. ഇതിന്റെ ഡിഗ്രി എന്താണ്? എന്നോ എന്നിനേക്കാളും ചെറുതോ ആയിരിക്കും. ഈ പോളിനോമിയൽ PNX എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു y0 പ്ലസ് y ഓഫ് x0 x1 x മൈനസ് x0 പ്ലസ് y ഓഫ് x0 x1 x2 x മൈനസ് x0 x മൈനസ് x1 പ്ലസ് എക്സെട്രാ അപ് ടു y ഓഫ് x0 x1 എക്സെട്രാ അപ് ടു xn into x minus x0, x minus x1, x minus x2, etc. up to x minus xn minus 1. ഇതാണ് നമ്മുടെ ഫോർമുല. നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. യൂസിംഗ് ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ എസ്റ്റിമേറ്റ് f7 ഫ്രം ദ ഫോളോവിംഗ് ഡാറ്റ. എക്സിന്റെ വാല്യൂസ് ഉണ്ട് 5, 6, 9, 11. കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂസും ഉണ്ട്. വൈ എന്താണ്? 12, 13, 14, 16. നമുക്ക് ഇതിനിടയ്ക്കുള്ള ഒരു വാല്യൂ ആണ് f7. 5-നുണ്ട്, 6-നുണ്ട്, 7ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന് 7 വരുമ്പോൾ ഉള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ കണ്ടുപിടിക്കണം. മെത്തേഡ് എന്താണ്? ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ. ഇവിടെ നമുക്ക് എത്ര ഡാറ്റ പോയിന്റ്സ് ഉണ്ട്? 4 ഡാറ്റ പോയിന്റ്സ് ഉണ്ട്. 1, 2, 3, 4 ഡാറ്റ പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ഇതിന് x0 y0, ഇത് x0 y0, x1 y1, x2 y2, x3 y3, ഇങ്ങനെ 4 ഡാറ്റ പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ആദ്യം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ ഫസ്റ്റ് കോളം xi എന്ന് പറയുന്നത് എന്താണ്? ഐയുടെ വാല്യൂ 0, 1, 2, 3 എക്സെട്രാ അപ് ടു 3 വരെയാണ്. ഐയുടെ വാല്യൂ 0, 1, 2, 3 വരെയാണ്. അപ്പൊ ആദ്യത്തത് xi പറയുമ്പോൾ എന്താണ്? x0 വരും, x1 വരും, x2 വരും, x3 വരും. എന്തൊക്കെയാണ് വാല്യൂസ്? x0 5 ആണ്, x1 6 ആണ്, x2 9, x3 11. കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന yi വാല്യൂസ്. yi എന്താണ്? y0, y1, y2, y3. y0 12, y1 30, y2 40, y3 60. അടുത്ത് വരുന്നത് y ഓഫ് xi പ്ലസ് 1. അതൊരു കോളം. അടുത്ത് വരുന്നത് y ഓഫ് xi പ്ലസ് 1, xi പ്ലസ് 2. അതാണ് അടുത്ത കോളം. അടുത്ത കോളം എന്താണ്? y ഓഫ് xi പ്ലസ് 1, xi പ്ലസ് 2, xi പ്ലസ് 3. ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമുക്കിവിടെ ഐയുടെ വാല്യൂസ് എങ്ങനെയാണ്? ഐയുടെ വാല്യൂ 0 to 3 വരെയാണ്. ഐ വാല്യൂസ് 0, 1, 2, 3. അപ്പൊ ഈ ഫസ്റ്റ് കോളം എന്തായിരിക്കും പറഞ്ഞത്? ഐക്ക് 0 കൊടുക്കുമ്പോൾ y ഓഫ് x0 x1 അല്ലേ? അപ്പൊ ഇവിടത്തെ ഫസ്റ്റ് കോളം എന്തായിരിക്കും? y ഓഫ് x0 x1 x2. അതൊക്കെ നമ്മുടെ ഫോർമുല ആവശ്യമുള്ളത്. ഇവിടത്തെ ഫസ്റ്റ് കോളം എന്തായിരിക്കും? y ഓഫ് x0 x1 x2 x3 അല്ലേ? നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വേണ്ടത് 13 minus 12.
by 6 minus 5 1 അല്ലേ? അടുത്ത് വേണ്ടത് 14 minus 30 by 9 minus 6. അപ്പൊ എന്താണ്? 1/3. അടുത്ത് വേണ്ടത് 16 minus 40 by 11 minus 9. അപ്പൊ 2/2 എന്ന് കിട്ടും, അതായത് 1. ഫസ്റ്റ് കോളം കംപ്ലീറ്റ് ആയി. അതിലുള്ള ആദ്യത്തെ വാല്യൂ ആണ് y of x0 x1 എന്ന് പറയുന്നത് അല്ലേ? ഇനി എന്ത് വേണം? y of xi plus 1 xi plus 2. അതിലുള്ള ആദ്യത്തെ വാല്യൂ ആണ് y of x0 x1 x2 എന്നുള്ളത്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി ഈ ഡിഫറൻസ് 1/3 minus 1 ബൈ എടുക്കുന്നത് നമ്മളിവിടെ ഓരോന്ന് വെച്ചല്ലേ എടുത്തത്. ഇനി 2 വീതം വെച്ചെടുക്കും. അതായത് 9 minus 5. അപ്പൊ എന്ത് വരും? -1/6 എന്ന് കിട്ടും. അടുത്ത വാല്യൂ 1 minus 1/3. 1 minus 1/3 by ഇനി ഏതാണ്? 11 minus 6. കണ്ടോ? 2 വാല്യൂ വെച്ചുള്ള ഡിഫറൻസ്. 11 minus 6 എന്താണ്? 2/3 by 5 ആണ്, അതായത് 2/15 എന്ന് കിട്ടും. അപ്പൊ ഇനി ഒരു കോളം കൂടെ അല്ലേ ഉള്ളത്. അതിന്റെ വാല്യൂ എന്താണ്? y of iക്ക് 0 വരുമ്പോൾ y of x0 x1 x2 x3. അതായത് ഈ ഡിഫറൻസ് 2/15 minus -1/6 by ഇനി എന്താണ്? ഇനി ഫുൾ ആയിട്ടുള്ളത് എടുത്താൽ മതി. ആദ്യം നമ്മൾ അടുത്തുള്ള ഡിഫറൻസ് ചെയ്തു, അടുത്തെന്താണ്? ഒന്നിനോട് ഡിഫറൻസ് ചെയ്തു. ഇനി എന്താണ്? എന്താ? ഇത് രണ്ടും കൂടെ ഡിഫറൻസ് ചെയ്താൽ മതി. 11 minus 5 ഇതാണ് ഡിവൈഡഡ് ഡിഫറൻസ് മെത്തേഡ്. 11 minus 5 ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1/20 എന്നാണ്. ഇനി നമ്മുടെ ഫോർമുല എഴുതാം. എന്താണ് ഫോർമുല? ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയലിന്റെ ഫോർമുല എന്താണ്? നമുക്ക് F7ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ ഫോർമുല? Pnx approximately equal to y0 plus y of x0 x1 x minus x1 x minus x0 plus അടുത്തത് y of x0 x1 x2 x minus x0 x minus x1. അടുത്തതാണ് നമുക്ക് y3 വരെ ഉണ്ട്. അടുത്ത എന്ത് വരും? y of x0 x1 x2 x3 x minus x0 x minus x1 അങ്ങനെ x minus x2. ഇതാണ് നമ്മുടെ ഇന്റർപോളേറ്റിംഗ് പോളിനോമിയലിന്റെ ഫോർമുല. ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയലിന്റെ ഫോർമുലയാണ് Pnx ഈക്വൽ ടു ഈ കിട്ടിയത്. ഇതെന്താണ്? Pnx അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു y0 എന്ന് പറയുന്നത് എന്താണ്? y0 yയില് ആദ്യത്തെ വാല്യൂ 12 y0 കണ്ടോ 12 പ്ലസ് എന്താണ്? y of x0 x1 ഇതിലുള്ള ആദ്യത്തെ വാല്യൂ അല്ലേ? ഇതിലുള്ള ആദ്യത്തെ വാല്യൂ y of x0 x1 ഇൻറ്റു x minus x0. x minus x0 എന്താണ്? xന്റെ ആദ്യത്തെ വാല്യൂ 5 പ്ലസ് അടുത്തെന്താണ്? y of x0 x1 x2 ഇതിലുള്ള ആദ്യത്തെ വാല്യൂ ഇതല്ലേ? -1/6 ഇൻറ്റു x minus x0 5 x minus x1 6 പ്ലസ് അടുത്തെന്താണ്? ഇതിന് ഒരു വാല്യൂ അല്ലേ ഉള്ളൂ, ആ വാല്യൂ എടുക്കും. അതാണ് y of x0 x1 x2 x3 എന്നുള്ളത് 1/20 ഇൻറ്റു ഇനി എന്താണ്?
x minus x0, x minus x0, x minus 5 into x minus x1, x minus 6. അടുത്തതാണ് x minus 9. ഇത്രയും വരെ. ഇതാണ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ. നമ്മൾ ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് നമുക്കൊരു പോളിനോമിയൽ കിട്ടും. അല്ലെങ്കിൽ ഇത് തന്നെ മതി. ഇത് തന്നെയാണ് നമ്മുടെ ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് n-ന് 3 അല്ലേ, P3 7 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഡാറ്റ പോയിന്റ്സ് 4 എണ്ണം. അപ്പൊ n എത്ര? n+1 ആണ് 4. അപ്പൊ n 3 ആണ്. P3 x-ന്റെ വാല്യൂ 7 ആണ്. എന്ത് വരും? നമ്മൾ x-ന് 7 എന്ന് ഇവിടെ കൊടുത്താൽ മതി. ഈ കാണുന്നതിൽ x-ന് 7 എന്ന് കൊടുത്താൽ മതി. 12 plus 7 minus 5 minus 1/6 into 7 minus 5 into 7 minus 6 plus 1/20 into 7 minus 5 into 7 minus 6 into 7 minus 9. നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടും 13.4667 എന്ന് കിട്ടും. കണ്ടോ? നമ്മൾ എന്ത് ചെയ്തു? ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ യൂസ് ചെയ്തിട്ട് നമ്മൾ P7ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പൊ 7ന്റെ വാല്യൂ എന്താണ്? 7 കൊടുക്കുമ്പോൾ കിട്ടുന്ന y = f of x ന്റെ വാല്യൂ ആണ് 13.4667. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. യൂസിംഗ് ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ ഫൈൻഡ് ദ മിസ്സിംഗ് വാല്യൂ ഫ്രം ദ ഫോളോവിംഗ് ഡാറ്റ. ഡാറ്റ പോയിന്റ്സ് അറിയാം. ഇവിടെ ഒരു മിസ്സിംഗ് വാല്യൂ ഉണ്ട്. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ അറിഞ്ഞൂടാ. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ എത്ര ഡാറ്റ പോയിന്റ്സ് തന്നിട്ടുണ്ട്? ഇത് മിസ്സിംഗ് വാല്യൂ ആണ്. 1, 2, 3, 4, 5. ഇവിടെ 5 ഡാറ്റ പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓർഡർ എന്താണ്? പോളിനോമിയൽ ഓർഡർ അപ് ടു 4 ആയിരിക്കും. 4th ഓർഡറോ അതിനേക്കാളും കുറവോ ആയിരിക്കും നമ്മളെ പോളിനോമിയലിന്റെ ഓർഡർ. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് 5 ഡാറ്റ പോയിന്റ്സ് അറിയാം. അപ്പം n = 0, 1, 2, 3, 4 വരെയല്ലേ? n = 0, 1 അങ്ങനെ 4 വരെയാണ്. നമുക്ക് ആദ്യം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് കോളം എന്താണ്? xi. xi എന്ന് പറയുന്നത് എന്തൊക്കെ വരും? ഫസ്റ്റ് x0. ഇതെന്താണ്? നമ്മൾ ഇതിനെ x0, y0. ഇതെന്താണ്? x1, y1. ഇതിന്റെ അറിഞ്ഞൂടല്ലോ. x2, y2, x3, y3, x4, y4. ഇങ്ങനെ 5 പെയർ ഡാറ്റ പോയിന്റ്സ് ഉണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് x-ന് 3 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ ഉള്ള y കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് കോളം xi ആണ്. xi എന്താണ്? x0, x1, x2, x3, x4 വരെയല്ലേ? x0 എന്ന് പറഞ്ഞാൽ 1 ആണ്, x1 2 ആണ്, x2 4, x3 5, x4 6. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന y വാല്യൂസ് ആണ് y വാല്യൂസ് എന്താണ്? 14, 15, 5, 6, 19 അല്ലേ? ഇനി എന്താണ് വേണ്ടത്? y of xi plus 1. ഫസ്റ്റ് ഓർഡർ എഴുതിയാലും മതി. അവിടെ ഫസ്റ്റ് ഓർഡർ. സെക്കൻഡ് കോളം എന്താണ്? സെക്കൻഡ് ഓർഡർ ആണ് സെക്കൻഡ് വരുന്നത്. സെക്കൻഡ് ഓർഡർ എന്താണ്? y of xi plus 1, xi plus 2. അതാണ് രണ്ടാമത് വരുന്നത്. അടുത്തെന്ത് വരും? y of xi plus 1, xi plus 2, xi plus 3. കണ്ടോ? അപ്പൊ ഇതിനെ ഫസ്റ്റ് ഓർഡർ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇതിനെ സെക്കൻഡ് ഓർഡർ, ഇത് തേർഡ് ഓർഡർ, അങ്ങനെ 4th ഓർഡർ അങ്ങനെ തീർന്നു വരാം. അപ്പൊ ഇവിടെ നമുക്ക് 4th ഓർഡർ വരെ വേണ്ടി വരും. 4th ഓർഡർ എന്താണ്? y of xi plus 1, xi plus 2, xi plus 3, xi plus 4. കണ്ടോ? ഇത്രയും നീട്ടി എഴുതുന്നേക്കാളും ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, 4th ഓർഡർ അങ്ങനെ എഴുതിയാലും മതി. ഇനി നമുക്ക് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. എന്താണ് ഫസ്റ്റ് വരുന്നത്? അതായത് ഇവിടെ ആദ്യം 0 കൊടുക്കുമ്പോൾ y of x0, x1 ആണ് ഫസ്റ്റ് എലമെന്റ് വരുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എന്താണ്? y of x0, x1, x2. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ആണ് y of x1, x2, x1, x0, x1, x2, x3. അവിടെ x4 വരെ വരും.
അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് വീതം 15 മൈനസ് 14 ബൈ 2 മൈനസ് 1 അല്ലേ? 1 എന്ന് കിട്ടും. രണ്ടാമത്തെ വാല്യൂ 5 മൈനസ് 15 ബൈ 4 മൈനസ് 2. അപ്പൊ എന്താണ്? മൈനസ് 10 ബൈ 2 ആണ്, അതായത് മൈനസ് 5 എന്ന് കിട്ടും. അടുത്ത വാല്യൂ 6 മൈനസ് 5 ബൈ 5 മൈനസ് 4 1 ആണ്. അടുത്തത് 19 മൈനസ് 6 ബൈ 6 മൈനസ് 5 എത്ര വരും? 19 മൈനസ് 6 എത്ര? 13 ബൈ 1 13 എന്ന് കിട്ടും. കണ്ടോ, നമ്മുടെ ഫസ്റ്റ് കോളം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് കോളം കംപ്ലീറ്റ് ആക്കണം. എന്താണ് സെക്കൻഡ് കോളം വരുന്നത്? ഇതിന്റെ ഡിഫറൻസ് ആണ്. അതായത് -5 - 1 ബൈ ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ ആണ്. അപ്പം -5 - 1 ബൈ എന്താണ്? ഇവിടെ 2 വീതമുള്ള ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. നമ്മൾ 1 വീതമുള്ള എടുത്ത് കഴിഞ്ഞല്ലോ, ഇനി 2 വീതമുള്ളത് 4 - 1. അപ്പൊ എന്ത് വരും? -6 ബൈ 3 ആണ്, -2 എന്ന് കിട്ടും. അടുത്തെന്താണ്? 1 മൈനസ് -5 ബൈ 5 - 2 ആണ്. അപ്പൊ എന്ത് വരും? 6 ബൈ 3 2 എന്ന് കിട്ടും. അടുത്ത് എന്ത് വരും? 13 - 1 ബൈ 6 മൈനസ് 4 ആണ്. 2 വീതം 6 - 4 ആണ്. അപ്പൊ എന്താണ്? 12 ബൈ 2 ആണ്, 6 എന്ന് കിട്ടും. ആ കോളം കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത കോളം എന്തായിരിക്കും? ഈ ഡിഫറൻസ് ആണ്. 2 മൈനസ് -2 ബൈ, ഇനി എന്തായിരിക്കും ഇങ്ങറ്റുള്ളത്? 3 വീതമുള്ള ഡിഫറൻസ് ആണ്. ആദ്യം 1 വീതം എടുത്തു, 2 വീതം എടുത്തു, ഇനി 3 വീതം. അപ്പൊ എന്താണ്? ഫസ്റ്റ് എലമെന്റും തേർഡ് എലമെന്റും കൂടെയുള്ള ഡിഫറൻസ് ആണ് ആദ്യം വേണ്ടത്. കണ്ടോ, 5 - 1. അപ്പൊ എന്ത് വരും? 4 ബൈ 4 ആണ്, നമുക്ക് 1 എന്ന് കിട്ടും. അടുത്തെന്താണ്? 6 - 2 ബൈ എന്താണ്? 6 - 2 ആണ്. 4 ബൈ 4 1 എന്ന് തന്നെ കിട്ടും. ഇനി ഒരു കോളം കൂടെ ഉണ്ട്, തീർന്നവർ ചെയ്യണം. ലാസ്റ്റ് ഒരു എലമെന്റ് വരുന്നവർ ചെയ്യണം. ഇനി എന്താണ്? 1 - 1 ബൈ, ഇനി മൊത്തം ഡിഫറൻസ് ഇല്ലേ? 6 - 1. അപ്പൊ എന്താണ്? അത് 0 ആണ് കിട്ടിയത്. നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ ഫോർമുല എഴുതാം. എന്താണ് ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ? നമുക്ക് 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് F3 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഫോർമുല എഴുതാം. എന്താണ് ഫോർമുല? Pnx approximately equal to y0 plus y of ആദ്യത്തത് x0 x1 x minus x0 plus y of x0 x1 x2 x minus x0 x minus x1 plus അടുത്തെന്ത് വരും? y of x0 x1 x2 x3 x minus x0 x minus x1 x minus x2. ഈ ഒരെണ്ണം കൂടെ വരും. അതെന്താണ്? y of x0 x1 x2 x3 x4 into x minus x0 x minus x1 x minus x2 x minus x3. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കാം. എന്താണ് y0 എന്ന് പറയുന്നത്? y0 എന്ന് പറയുന്നത് yയിലെ ആദ്യത്തെ വാല്യൂ ആണ് 14. കണ്ടോ, yയിലെ ആദ്യത്തെ വാല്യൂ 14. അടുത്ത് y ഓഫ് x0 x1 എന്താണ്? ഇതിലെ ആദ്യത്തെ വാല്യൂ 1 ആണ്. പ്ലസ് 1 ഇൻറ്റു x മൈനസ് x0 എന്താണ്? xയിലെ ആദ്യത്തെ വാല്യൂ 1 പ്ലസ് എന്താണ്? y ഓഫ് x0 x1 x2 ഇതിലെ ഫസ്റ്റ് വാല്യൂ ആണ് -2 ഇൻറ്റു x മൈനസ് x0 1 x മൈനസ് x1 x മൈനസ് 2 അല്ലേ? അടുത്ത് വരേണ്ട ഏതാണ്? ഈ വാല്യൂ ആണ്. പ്ലസ് 1 ഇൻറ്റു
ഇനി 3 ടേം വരും. x മൈനസ് 1, x മൈനസ് 2, x മൈനസ് 4 വരെ. x മൈനസ് 1, x മൈനസ് 2, x മൈനസ് 4 വരെ വരും. ഇനി ഒരു കോളം കൂടെ വേണ്ടേ? അതെന്തായിരിക്കും? അത് 0 ആണ്. അപ്പൊ പിന്നെ വേണ്ടല്ലോ, 0 ഇല്ല. ഇതിനെ ഒന്ന് കറക്റ്റായിട്ട് എഴുതുമ്പോൾ ഈ കിട്ടുന്നതാണ് ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ. ഇവിടെ നിന്നാണ് നമുക്ക് പി എത്രയാണ്? ഡാറ്റ പോയിന്റ്സ് 5 ആണ്. അപ്പൊ n എത്ര? 4 ആണ്. P43 കണ്ടുപിടിക്കുന്നത്. എന്താണ് P43? P43 എന്താണ്? 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ എക്സിന് പകരം 3 എന്ന് കൊടുത്താൽ മതി. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 14 പ്ലസ് എക്സിന് 3 കൊടുത്താൽ മതി. 3 മൈനസ് 1 minus 2 into 3 minus 1, 3 minus 2 plus 3 minus 1, 3 minus 2, 3 minus 4. ഇതിന്റെ വാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 10 എന്ന് കിട്ടും. കണ്ടോ, വാല്യൂ കിട്ടി കഴിഞ്ഞു. എക്സിന് 3 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന y വാല്യൂ ആണ് 10 എന്നുള്ളത്. ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റൻ ആണ്, ഒന്ന് വായിച്ചു നോക്കുക. ദി ഫോളോവിംഗ് ടേബിൾ ഗീവ്സ് ദ സ്പീഡ് v of t of a particle in centimeter per second as a function of time t in seconds. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ടൈം ടിയിൽ വരുന്ന സ്പീഡ് v of t. ടൈം 0 വരുമ്പോൾ v of t 0 ആണ്. ടൈം 1 വരുമ്പോൾ v of t 1 ആണ്. ടൈം 4 വരുമ്പോൾ v of t 40. ടൈം 5 വരുമ്പോൾ v of t 65. ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഫൈൻഡ് എ പോളിനോമിയൽ ടു മോഡൽ ദി അബോവ് ഡാറ്റ യൂസിങ് ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് മെത്തേഡ്. മെത്തേഡ് പറയുന്നുണ്ട് ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് മെത്തേഡ് ആണെന്ന്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഡാറ്റ കവർ ചെയ്യാൻ പറ്റിയ ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ കണ്ടുപിടിച്ചിട്ട് പിന്നെ നമുക്ക് എന്താണ്? ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ടൈം t equal to 3 സെക്കൻഡ്. ടൈം ടിക്ക് 3 വരുമ്പോൾ ഉള്ള സ്പീഡ് അടുത്ത് കണ്ടുപിടിക്കാം. ആദ്യം എന്താണ്? നമുക്ക് ഒരു ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ കണ്ടുപിടിക്കാം. അതായത് നമുക്ക് ആദ്യം ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് കോളം എന്താണ്? xi. ഇവിടെ എത്ര ഡാറ്റ പോയിന്റ്സ് ഉണ്ട്? 1, 2, 3, 4 ഡാറ്റ പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3യോ അതിനേക്കാളും കുറവോ ആയിരിക്കും. അപ്പൊ xi എന്ന് പറയുന്നത് എന്താണ്? x0, x1, x2 വരെ. x0 എന്താണ്? എക്സിന്റെ ആദ്യത്തെ വാല്യൂ 0, അടുത്ത വാല്യൂ 1, അടുത്ത 4, അടുത്ത 5. ഈ വാല്യൂസ് കൊടുത്താൽ മതി. 0, 1, 4, 5. അടുത്ത കോളം yi, അതായത് കറസ്പോണ്ടിങ് y വാല്യൂസ് 0, 1, 40, 65. 0, 1, 40, 65. അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ അങ്ങനെ കൊടുത്താലും മതി. നേരത്തെ പറഞ്ഞതിനേക്കാളും എന്താണ് ഇവിടെ ഫസ്റ്റ് ഓർഡർ. അതായത് ഇവിടെ എന്താണ് വരേണ്ടത്? y of x0, x1. അടുത്തെന്താണ്? സെക്കൻഡ് ഓർഡർ y of x0, x1, x2. അടുത്തെന്ത് വരും? തേർഡ് ഓർഡർ y of x0, x1, x2, x3. നമുക്ക് തേർഡ് ഓർഡർ വരെ വരും. കാരണം 4 ഡാറ്റ പോയിന്റ്സ് അല്ലേ? 4 ഡാറ്റ പോയിന്റ്സ് ആണ്. അപ്പം തേർഡ് ഓർഡർ വരെ വരും. ആദ്യത്തെ വാല്യൂ എന്താണ്? 1 മൈനസ് 0 ബൈ 1 മൈനസ് 0 1 അല്ലേ? അടുത്തത് 40 മൈനസ് 1 ബൈ 4 മൈനസ് 1, അതായത് 39 ബൈ 3 ആണ് 13. അടുത്തെന്ത് വരും? 65 മൈനസ് 40 ബൈ 5 മൈനസ് 4, അതായത് 25. ഫസ്റ്റ് കോളം ഇല്ലപ്പായി. അടുത്തെന്താണ്? സെക്കൻഡ് കോളം 13 മൈനസ് 1 ബൈ 2 വീതമുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ എന്ത് വരും? 4 മൈനസ് 0. അപ്പൊ എന്താണ്? 12 ബൈ 4, 3 എന്ന് വരും. അടുത്തെന്താണ്? 25 മൈനസ് 13 ബൈ 5 മൈനസ് 1, അതായത് 24 ബൈ 4 ആണ് 6 എന്ന് കിട്ടും. 24 അല്ലല്ലോ, 3 തന്നെയാണ് കിട്ടുന്നത്. 12 ബൈ 4 ആണ്. 12 ബൈ 4 ആണ് 3 ആണ് കിട്ടുന്നത്. അടുത്തെന്താണ്? 3 മൈനസ് 3, അപ്പൊ 0 അല്ലേ? 3 മൈനസ് 3 ബൈ വരേണ്ട ഏതാണ്? ഫുൾ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? 5 മൈനസ് 0,
എന്തായാലും അത് 0 ആണ് കിട്ടുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ കണ്ടുപിടിക്കാം. എന്താണ് പോളിനോമിയലിന്റെ ഫോർമുല? Pnx equal to Pnx approximately equal to y0 plus y of x0 x1 x minus x1 plus അടുത്തെന്ത് വരും? y of x0 x1 x2 x minus x0 ഇത് x minus x0 x minus x1 ഇങ്ങനെയല്ലേ? ഇനി അടുത്തെന്ത് വരും? അടുത്ത കോളത്തിൽ നമുക്ക് 3 ആണ് കിട്ടുന്നത്, അല്ല 0 ആണ് കിട്ടുന്നത്. അപ്പൊ അത് വേണ്ടല്ലോ. എന്താണ് y0 എന്ന് പറഞ്ഞാൽ? y0 എന്ന് പറഞ്ഞാൽ എന്താണ്? yയുടെ ആദ്യത്തെ വാല്യൂ 0, y0 yയുടെ ആദ്യത്തെ വാല്യൂ 0 പ്ലസ് എന്താണ് y ഓഫ് x0 x1 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഓർഡർ ഇല്ലേ അതിനുള്ള ആദ്യത്തെ വാല്യൂ 1 ഇൻറ്റു x മൈനസ് x0 എന്താണ് 0 പ്ലസ് അടുത്തതാണ് y ഓഫ് x0 x1 x2 എന്ന് പറയുന്നത് ഇതിലെ ആദ്യത്തെ വാല്യൂ ആണ് 3. അപ്പൊ പ്ലസ് 3 ഇൻറ്റു എന്ത് വരും? x മൈനസ് x0 ഇൻറ്റു x മൈനസ് x1 x മൈനസ് 1 അല്ലേ? അടുത്ത് പറഞ്ഞ എന്താണ്? അടുത്ത ഇനി ഈ വാല്യൂ ആണ് 0 ആണ് വേണ്ടത്. അപ്പൊ വേണ്ടല്ലോ, ഈ ബ്രാക്കറ്റ് മാറ്റം എന്ത് വരും? x പ്ലസ് 3x സ്ക്വയർ മൈനസ് 3x ഇതല്ലേ? അതായത് 3x സ്ക്വയർ മൈനസ് 3x മൈനസ് x എന്താണ്? മൈനസ് 2x. 3x സ്ക്വയർ മൈനസ് 2x ഇതാണ് നമ്മളെ ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ. Pnxന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞു. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് കിട്ടിയത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ടൈം t വരുമ്പോൾ എന്തായിരിക്കും? ടൈം t വരുമ്പോഴേ നമ്മൾ x അല്ലല്ലോ പറയുന്നത്, ടൈം t അല്ലേ? അപ്പൊ ടൈം t വരുമ്പോൾ എന്താണ്? Pnt എന്താണ്? 3t സ്ക്വയർ മൈനസ് 2t എന്നല്ലേ? കേട്ടോ, ടൈം t വരുമ്പോൾ ഉള്ള പോളിനോമിയൽ എന്താണ്? 3t സ്ക്വയർ മൈനസ് 2t എന്നാണ്. ഇനി എന്താണ്? ടൈമിന് നമുക്ക് എത്ര വാല്യൂ കൊടുക്കാം? ടൈം 3 സെക്കൻഡ് വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന PNT എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും v of t ആണ്. PNT എന്ന് പറയുമ്പോൾ അത് v of t ആണ്. ഇപ്പം v of t ക്ക് നമ്മളൊരു പോളിനോമിയൽ ആദ്യം കണ്ടുപിടിച്ചു. v of t എന്താണ്? സ്പീഡിന് എന്താണ്? നമ്മളൊരു പോളിനോമിയൽ കണ്ടുപിടിച്ചു. v of t കിട്ടിക്കഴിഞ്ഞു. ഇനി ടൈം നമുക്ക് 3 സെക്കൻഡ് കൊടുക്കാം. ഈ കിട്ടിയത് സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് ടൈം t ആണ്. സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് ടൈം t ആണ് v of t 3t സ്ക്വയർ മൈനസ് 2t എന്ന് കിട്ടിയത്. ഇനി അടുത്തെന്താണ് വേണ്ടത്? ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ടാണ് ചെയ്യുന്നത്. വെൻ t ഈക്വൽ ടു 3 വരുമ്പോൾ നമ്മുടെ സ്പീഡ് v of t എന്താണ്? tക്ക് 3 കൊടുത്താൽ പോരെ? 3 ഇൻറ്റു t സ്ക്വയർ അപ്പൊ 9 മൈനസ് 2 ഇൻറ്റു 3 അപ്പൊ എന്ത് വരും? 27 മൈനസ് 6 ആണ് 21 എന്ന് കിട്ടും. 21 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അപ്പൊ ടൈം 3 സെക്കൻഡ് വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്? യൂസിങ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ. ഈ പോളിനോമിയൽ യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ ഫ്രം t ഈക്വൽ ടു 2 ടു t ഈക്വൽ ടു 4. ടൈം 2 സെക്കൻഡ് മുതൽ ടൈം 4 സെക്കൻഡ് വരെയുള്ള സമയം കൊണ്ട് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ. ടൈം 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ ഫ്രം t ഈക്വൽ ടു 2 ടു t ഈക്വൽ ടു 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? v of t സ്പീഡിന് വിത്ത് റെസ്പെക്ട് ടു dt ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? 2 to 4 വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? അതായത് ഇന്റഗ്രൽ 2 to 4 എന്താണ്? v of t 3t സ്ക്വയർ മൈനസ് 2t dt ആണ്. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ എന്ത് വരും? 3t ക്യൂബ് ബൈ 3 എന്ന് വരും. അപ്പൊ t ക്യൂബ് മൈനസ് 2t സ്ക്വയർ ബൈ 2 ആണ്.
2 to 4 ആണ്. ഇത് വെട്ടിക്കളയാം. അപ്പൊ എന്ത് വരും? 4ന്റെ ക്യൂബ് 64 മൈനസ് 60 അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 80 പ്ലസ് 4. നമുക്ക് കിട്ടുന്ന ആൻസർ അപ്പൊ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? നമുക്ക് 44 സെന്റിമീറ്റർ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? ടൈം 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ കവർ ചെയ്ത ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ് ഈ കിട്ടിയത് 44 സെന്റിമീറ്റർ. അടുത്തതാണ് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ടൈം t = 3 സെക്കൻഡ്. ടൈം t 3 സെക്കൻഡ് വരുമ്പോൾ ഉള്ള അപ്രോക്സിമേറ്റ് ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ, അതാണ് മൂന്നാമത്തെ പാർട്ട്. എന്താണ്? ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ബി ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ആണ്. ആക്സിലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എ ഓഫ് ടി ആണ്. എ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ബി ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ആണ്. ബി ഡാഷ് ടി. എന്താണ് ബി ഡാഷ് ടി? ബി ഓഫ് ടി നമുക്ക് അറിയാമായിരുന്നല്ലോ. അതിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് എന്താണ് ബി ഓഫ് ടി? ബി ഓഫ് ടി 3t² - 2t ആണ്. 3t² - 2t ആണ് ബി ഓഫ് ടി. അതിന്റെ ഡെറിവേറ്റീവ് ആണ് ആക്സിലറേഷൻ. അപ്പൊ എന്ത് വരും? 60 - 2 എന്ന് കിട്ടും. ഇനി എന്താണ്? ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് t = 3 സെക്കൻഡ്. അറ്റ് t = 3 സെക്കൻഡ് ആക്സിലറേഷൻ എ ഓഫ് ടി എന്ത് വരും? ടിക്ക് 3 എന്ന് കൊടുത്താൽ മതി. അപ്പൊ 6 × 3 - 2. 6 × 3 എന്താണ്? 18 - 2 60 എന്ന് കിട്ടും ആൻസർ. 16 എന്താണ് ആക്സിലറേഷൻ? cm/s² എന്ന് കിട്ടും. ഇത് ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ വെച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.